ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷമൊക്കെ? നമ്മൾ നോമ്പൊക്കെ കഴിയാറായില്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. നമ്മൾ വീട്ടിലും അങ്ങനെ തന്നെയാണ്, ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷുവായി, അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മധുരമുള്ള പലഹാരമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോമ്പിനൊക്കെ ഒരു റെസിപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നമ്മൾ കഴിച്ചിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നേന്ത്രപ്പഴം പഴുത്തതാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ. അത് ഇതുപോലെ വെക്കുന്നുണ്ട്. അതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അതിലേക്ക് നമ്മൾ ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഡാൽഡ എന്നൊക്കെ പറയുന്ന ആ നെയ്യില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആകെ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഏലക്ക പൊടിച്ചതും ജീരകവും ഒക്കെ ചേർക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിതിലേക്ക് തേങ്ങയും അതുപോലെ പഞ്ചസാരയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് അതിനെ ആ തേങ്ങനെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങയുടെ ആ ഒരു നെയ്യിലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മണവും അതുപോലെ പഞ്ചസാര ഉരുകുമ്പോൾ അതും കൂടെ മിക്സായിട്ട് നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം എന്താ പറയുക സ്പീഡ് കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് സ്പീഡ് കുറച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ പഴം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം അതിന് നടുഭാഗം ഇങ്ങനെ കീറിയിട്ട് ഒരു അറ്റും ഈ രണ്ടറ്റും എന്താ പറയുക മുട്ടിക്കാണ്ട് നടുഭാഗം മാത്രമായിട്ടൊന്ന് കീറിയെടുക്കാം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കിയത് ആക്കുന്നത് കേട്ടോ. അധികം വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കുറേ ഇങ്ങനെ ഇതുപോലെ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലും അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു തേങ്ങയുടെ ആ ഒരു മൊരുമരനെ ആയിട്ടുണ്ട്. ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്രിസ്പി പോലെ ആയിട്ട് കിട്ടും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതിന്. ഇതുപോലെ ഫില്ലിങ് ആക്കിയിട്ട് നിറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ആ മൈദ ഉണ്ടല്ലോ, അത് അവിടെ നമ്മൾ ആ കീറിയെടുത്ത ഭാഗത്ത് മൈദ ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് ഒരു പശ പോലെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മേലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇത്തിരി ആക്കി ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. നമ്മളിനിയിപ്പോൾ ആ ഒരു പാനിൽ എണ്ണയിലിട്ടിട്ട് ഇതാക്കുമ്പോൾ ഒന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് വലിയ ഭംഗിയൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് അതിൻ്റെ മേതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ആവും, കാരണം നമ്മൾ മാവിലൊന്നും മുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. ഇതുപോലെ ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ ചെറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ മുരിഞ്ഞതും കരിഞ്ഞതുപോലൊക്കെ തോന്നുന്നു, പക്ഷേ അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്